ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. DC ദേവദാസ് ചന്ദ്ര. ഓ മാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പോ കാണണമെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി സീരിയസ്ലി മാൻ, എനിക്ക് കാണാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ മൈൻഡില് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ലെന്നേ. ഇതിന്റെ മ്യൂസിക് ആദ്യം കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങുമ്പോ ആക്രാന്തത്തോടു കൂടി പോയി കാണുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പോയി കണ്ടതുമില്ലല്ലോ. പക്ഷേ അവിടെ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ആൾക്കാർ ഈ പടത്തിനെ കുറിച്ച് ഇരുന്ന് പറയല്. നമ്മൾ ഈ റിവ്യൂസ് കേട്ടിട്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോവാൻ തീരുമാനം എടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ അയ്യോ, ഇന്നലെ കോക്കായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ ഇന്ന് പറയണേ. നമ്മൾ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഒരു സൈഡിൽ നിന്ന് ഒരു നല്ല അഭിപ്രായങ്ങൾ മൗത്ത് പബ്ലിസിറ്റി വഴി, അതായത് കണ്ട ആൾക്കാർ നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ തരിക്കും ഇവരൊക്കെ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇരുന്ന് ഈ സിനിമയുടെ റിവ്യൂസ് കണ്ടതാ. ഈ റിവ്യൂസ് കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തരിക്കണു, ശരീരമൊക്കെ തരിക്കുക, ആക്രാന്തം ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങി. എന്ത് പണ്ടാറടോ, മിസ്സായിട്ടേ എന്നുള്ള വല്ലാത്ത വൃത്തികെട്ട ഫീലിങ്. ഞാൻ എന്നിട്ട് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കിട്ടാനുണ്ടായിരുന്നില്ലെന്നേ. പടന്ന് പറഞ്ഞാൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു മൂലയ്ക്ക് കിട്ടി, ഞാൻ എടുത്തു, അങ്ങനെ പടത്തിന് കേറി. ഈ കള്ളപ്പന്തിന്ന് ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇത് തിയേറ്ററിൽ മിസ്സായിട്ട് ഞാൻ OTT-യിലാണ് കണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി മോനെ, ദ ഫയർ, ദ ബ്യൂട്ടി, அருண் மாதேஸ்வரன், ரைட்டர் டைரக்டர். என்னடா குஞ்சா, எதுக்குடா, எப்படிடா பண்ணி வச்சிருக்க? നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കണു, നല്ല കിട്ടില്ല എടുത്ത്. അത് അരുണിന്റെ പണ്ണല്. അനിരുദ്ധ എന്താണ് കാട്ടിയിരിക്കണത്? അനിരുദ്ധ് എന്താണ്ടാ കാട്ടി വെച്ചിരിക്കണത്? പടം തുടങ്ങുന്ന സമയത്ത് തന്നെ അണ്ണം പഠിപ്പിച്ചു തുടങ്ങാണ്. പിന്നെ വീണ് നമ്മള് പടത്തിന്റെ അകത്തേക്ക്. അപ്പൊ തന്നെ മ്യൂസിക് കൊണ്ടുള്ള ഒരു കളി. ഞാൻ അനിരുദ്ധ് മ്യൂസിക്കൽ ശരിക്കും മീനിറ്റ് മാൻ പണി വെച്ചിருக்க. அப்படி എടുത്ത് പണി വെച്ചിருக்க. അനിരുദ്ധ് കേട്ടില്ല മ്യൂസിക്കുകൾ തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു സുഖം കിട്ടാൻ. രണ്ടെണ്ണം അടിക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ടില്ലേ, ഒന്നിന്റെയും ബലത്തിലല്ല. പടം കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇരിക്കേണ്ട മൂടാണ്. ഞാന് തിയേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരണ സമയത്തും മൈൻഡിന് ഈ പടം പോണില്ല. ആ ഒരു മൂഡ്, ആ ഒരു ഫീൽ പോകുന്നില്ലെന്നേ. ഇപ്പോഴും ആ ഫീല് പോയിട്ടില്ല. ആ ഫീൽ ഇങ്ങനെ നിൽക്കുക. നമ്മൾ ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയാറുണ്ട് ഭയങ്കര കാര്യമായിട്ട്. അങ്ങനെ ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഈ സിനിമയുടെ കേസിൽ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയോ? എടോ, ഈ സിനിമയിലേക്ക് ഈ പടം തുടങ്ങുമ്പോ തന്നെ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് നമ്മള്. പിന്നെ അതിൻ്റെ അകത്ത് കിടന്നിങ്ങനെ മുഴുകി പണ്ടാറടങ്ങിയിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ സീനുകളുടെ കൂടെ, കഥാപാത്രങ്ങളുടെ കൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ മുഴുകിയിട്ട് പടം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടും ആ സിനിമയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അമ്മാതിരി എഫക്ട്. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. സീരിയസ്ലി മാൻ, മാജിക്. ഇതില് മ്യൂസിക് എന്ന് പറയുന്ന സംഗതിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അമ്മാതിരി മ്യൂസിക് ഇതിന്റെ അകത്ത് വെച്ചിട്ട് വിഷ്വലി പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ ഞാൻ ഫയർ ആൻഡ് ദ ബ്യൂട്ടി എന്ന് പറയാൻ കാരണം.
പറയാൻ ലോകേഷ് മറ്റേ കൂലി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ അയാളെ ഊക്കി പണ്ണാറടക്കി വിട്ടു. ആയിക്കോട്ടറാ, ഊക്കിക്കോ. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അയാൾ ഇനിയും കയറി വരും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, കഴിവുള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നടനായിട്ട് മെയിൻ ലീഡായിട്ട് ലോക്കി വന്നിരിക്കുന്നു. അതും ഒരു കിടിലൻ സിനിമയുടെ ഭാഗമായിട്ട്, കിടിലൻ ക്യാരക്ടർ. ഇത് അയാൾ ചെയ്തു വെച്ചിരിക്കണതാണെന്നുണ്ടെങ്കിലും വാന്ത ലെവലിൽ ചെയ്തിട്ടുണ്ട്, ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിതിന്റെ അകത്ത് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് പറയുമ്പോൾ ആ പെർഫോമൻസിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നല്ല, കൂട്ടിച്ചേർക്കേണ്ടത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, മ്യൂസിക് അനിരുദ്ധാണ്. കാരണം ഇവര് കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നു, ഒരു സൈഡിൽ കൂടെ കൂട്ടത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി വരുന്ന സമയത്ത് വിഷ്വലി കിട്ടുന്ന ഒരു 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 വല്ലാത്ത ഒരു സാധനമുണ്ട്. അങ്ങനെ വേറൊരു സാധനമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഓരോരുത്തരെ പറയണമല്ലോ, മറ്റേ ആദ്യം മറ്റേ വാമിക ഗബ്ബിയുടെ ചായ ഉള്ള ഒരു നടി ഉണ്ട്, അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. സംഗീതയോ എന്തായിരുന്നു, ശരണ്യോ, കിട്ടുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, ഈ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ ശരീര സൗന്ദര്യം, മുഖ സൗന്ദര്യം വെച്ചിട്ടല്ല പറയണത് ഈ ബ്യൂട്ടി എന്നുള്ളത്. ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി അവര് ചെയ്തിരിക്കുന്നത്, അവര് സ്ക്രീനിൽ കാണുന്ന സമയത്തുള്ളൊരു ബ്യൂട്ടി, അതിന്റെ ഇടയിൽ കൂടെ അപ്പോഴും അനിരുദ്ധിന്റെ മ്യൂസിക്കൽ സാധനം ചേരുകയാണ്. ഇതില് ലോകിയും ആ വമിയുടെ ചായയുള്ള പുള്ളിക്കാരിയും തമ്മിലുള്ള ആ കോൺവെർസേഷനൊക്കെ എന്ത് രസമാ. അതിന്റെ കൂട്ടത്തിൽ ആ മ്യൂസിക്കും പരിപാടിയും കൂടിയൊക്കെ ആവുന്ന സമയത്ത് ഒരു ഇതാണ് വാമിക ഗബ്ബി. എനിക്ക് പറയുമ്പോ അവരുടെ പെർഫോമൻസിനെ കുറിച്ചും പറയണം, അവരുടെ ഭംഗിയെ കുറിച്ചും പറയണം. എന്തൊരു രസമാണ് അവരെ കാണാൻ. പെർഫോമൻസ് വെറുതെ ഒരു നടിയെ കൊണ്ടുവന്ന് ഡമ്മി പീസ് ആക്കി വിടുക, അത് നമ്മൾ കുറെ കാണുന്നുണ്ട് കുറെ സിനിമകളില്. പക്ഷെ ഇവിടെ അവരെ കൊണ്ടുവരുമ്പോ, സാധാരണ നടിമാരെ കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് ഡമ്മി പീസുകളാക്കുന്ന കുറെ തീർത്ത പെഡി ഷഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മയില് പടങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എന്താ കാട്ടണം. വാമികേനെ ഇതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കണത് പാറ് ഗംഭീരമായിട്ട് ചെയ്തിരിക്കണു വാമിക. ഇതിന്റെ അകത്ത് ഇന്റർവെല്ലിന്റെ മുമ്പ് ഉള്ള സീന് മോനെ, മറ്റേ വിത്ത് മ്യൂസിക് ഹെവി. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല, അമ്മാതിരി ലെവല് സാധനം. ഇത് കണ്ട ആൾക്കാർക്ക്, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വികാരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അല്ലാത്തവൻ ഇവൻ എന്തോ ഇരുന്ന് കാണിക്കണു എന്നുള്ള രീതിയിലേ തോന്നുള്ളൂ. മോനെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും പറഞ്ഞു, രണ്ടെണ്ണം അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. ആ ശീലമൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല. നല്ല ഇമാതിരി ഇമോഷണലി മുഴുകി ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്ന സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ, അത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് പോവടോ. രണ്ടെണ്ണം വിട്ട സുഖം കിട്ടും. ഇതിൻ്റെ അകത്ത് എന്താ പറയാ, ലാസ്റ്റ് ഒരു സീനുണ്ട്. മറ്റേ ഇതില് ഇവരുടെ കൂട്ടത്തില്, ലോക്കിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചങ്ങാതി, മുടി മറ്റേ മുട്ടയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ലോക്കിയോട് പറയണ ഒരു ഡയലോഗ് ഉണ്ട്. ഇവ ഇറക്കുമ്പോൾ ഓനക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. എക്സാക്ട്ലി ആ ഡയലോഗ് അർത്ഥം പറയണത് ആ ഒരു ഡയലോഗ് ഇവര് പറയുന്നുണ്ട്. അതായത് വാമിക ഉള്ള സമയത്ത് ഉള്ളത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല, അങ്ങനെ എന്തോ ഒരു സംതിങ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പറയുന്ന സമയത്ത് വാമിക അതിനുശേഷമുള്ളൊരു ഇമോഷണൽ സാധനം ആക്ച്വലി ഉണ്ട്. അതായത് അവരങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരിക ഒക്കെയാണ്. അപ്പൊ ലൈക്ക് യുനോ കുറെ സംഗതികളുണ്ട്, കുറെ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് അത്. അതാ ഞാൻ പറഞ്ഞത്, ഇമോഷണലി നമുക്കും ഒരു ഇത് തോന്നുകയുള്ളൂ ഇതിൻ്റെ അകത്ത് ആ ഒരു ഡയലോഗൊക്കെ കേൾക്കുന്ന സമയത്ത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. ഐ ആം ഇൻ ലവ് വിത്ത് ദ മൂവി. പറയാൻ വേണ്ടി പറ്റില്ല, അത്രയും ഗംഭീര എക്സ്പീരിയൻസ്. പറയാനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള തുടക്കം തൊട്ടുള്ള ഓരോ സീനുകളെ കുറിച്ചും പറയേണ്ടി വരും. കാരണം
എല്ലാം. അതാ ഞാൻ പറഞ്ഞത്, ആ റൈറ്റിംഗ് അത്രയും ഗംഭീര റൈറ്റിംഗ് ആണ്, അത്രയും ഗംഭീര മേക്കിംഗ് ആണ്. അതിന്റെ കൂട്ടത്തിലും മ്യൂസിക്കും കൂടി വന്ന സമയത്ത് എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം. ഭയങ്കരമുള്ളൂ, പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. സീരിയസ്ലി ടിക്കറ്റ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കിക്കോ. തിയേറ്ററിന്ന് മിസ് ചെയ്യരുത്. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. മിസ് ചെയ്താ പോയടാളിയ. OTT ഒന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പക്ഷെ തിയേറ്ററിന്ന് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, കിട്ടില്ല. ബ്യൂട്ടി ആൻഡ് ഫയർ. ഈ ബ്യൂട്ടി, ഐ റിപ്പീറ്റ്, ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുഖഭംഗി അങ്ങനെയല്ല. ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സിനിമയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതാണ് ബ്യൂട്ടി. ആ എഴുത്തിന്റെ ബ്യൂട്ടി, ക്യാരക്ടേഴ്സിന്റെ ബ്യൂട്ടി, ക്യാരക്ടേഴ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടി, ആ പെർഫോമൻസിന്റെ ബ്യൂട്ടി. മ്യൂസിക് വലിയ ഘടകം തന്നെയാണ്. അനി 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 അനിരുദ്ധ് രവിചന്ദർ. I repeat, Das and Chandra, one of the best, one of the best, one of the അത്രേ പറയുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. പോയി കാണുക. നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുമിച്ചിരിക്കണമെന്ന് വാശി പിടിക്കണ്ട. മൂലയ്ക്ക് എവിടെയെങ്കിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കയറാൻ വേണ്ടി നോക്കിക്കോ. കാരണം അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസമാണ്. കാരണം അങ്ങനെ കയറും ആൾക്കാർ. കാരണം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ആരെങ്കിലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യോ? നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാധാരണ എങ്ങനെയാ, ഈ അമിത പ്രതീക്ഷ വെച്ചിട്ടൊരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും അഭിപ്രായങ്ങൾ കേട്ട് വരണവരും പോണവരും ഒക്കെ ഈ സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നത് കേൾക്കുന്നു. റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ആക്രാന്തവും പ്രതീക്ഷയൊക്കെ തലയുടെ മുകളിൽ കയറി വെച്ചിട്ട് ആണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോണത്. എന്നിട്ട് പോലും ബാധിച്ചില്ല എന്നുള്ളതാ. ആ പ്രതീക്ഷിച്ചതിന്റെ മുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ തന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിക്കണേ. അത് ബ്യൂട്ടി ആൻഡ് ദ ഫയർമാൻ. എന്തൊരു രസമെന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിരിക്കാൻ. ആ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു എന്താ പറയാ, മാജിക് കൂടി ആവുന്ന സമയത്ത് കിട്ടുന്ന കിക്ക് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ശരി.